ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക. അന്ധയാചകനായ ബർത്തിമേയുസിനെ ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. ബൈബിളിൻ്റെ പുതിയ നിയമരചനയിൽ ഒരു യാചകൻ്റെ അഡ്രസ്സോടുകൂടിയുള്ള പേര് പറയുന്നത് ആദ്യമായിട്ടാണ്. തിമേയുസിൻ്റെ പുത്രനായ ബർത്തിമേയുസ്. ഈ ബർത്തിമേയുസിന് ഈശോ സൗഖ്യം കൊടുക്കുന്ന ഈ വചനഭാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് കോറിയിടേണ്ട ഏതാനും വ്യത്യസ്തങ്ങളായ ചിന്തകളുണ്ട്. ഒന്ന്, ബർത്തിമേയുസ് യേശു താൻ യാചിച്ചുകൊണ്ടിരുന്ന, യാചന നടത്തിയിരുന്ന സ്ഥലത്തുകൂടെ കടന്നു പോകുമ്പോൾ യേശു അതിലെ പോകുന്നു എന്നറിഞ്ഞ് നസ്രായനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ പലരും അവനോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചു. ആ വിളി കേട്ട തമ്പുരാൻ അവന് സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കുകയും പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് അവൻ യേശുവിൻ്റെ പക്കലേക്ക് ഓടി. യേശു അവനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവർ, ഈ വചനഭാഗം നമ്മിൽ കോറിയിടുന്ന വ്യത്യസ്തങ്ങളായ 3 ചിന്തകളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിന് മുകളിലും ഉയർന്നു നിന്ന ബർത്തിമേയുസിൻ്റെ കരച്ചില്, നൊമ്പരം. കടന്നു പോകുന്നത് ദാവീദിൻ്റെ പുത്രനാണ് എന്ന്, നസ്രായനായ യേശുവാണ് എന്ന് കൃത്യമായി അറിയാമായിരുന്ന അവൻ യേശുവിനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥനയുടെ പുണ്യം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ എന്ന് ഇന്നത്തെ തിരുവചനത്തോട് ചേർന്ന് നാം ചിന്തിക്കണം. എൻ്റെ രക്ഷകനും നാഥനുമായവനെ ഉറക്കെ വിളിക്കാൻ, അവൻ എന്നെ രക്ഷിക്കാൻ പോരുന്നവനാണ് എന്ന ബോധ്യത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള നല്ല തീരുമാനം, അത് ഉച്ചസ്ഥരം പ്രഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. രണ്ടാമതായിട്ട് നാം കാണുന്ന ബർത്തിമേയുസ് അവൻ്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞിട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുന്ന സിക്കാറിലെ വിജാതീയ സ്ത്രീ, അവള് അവിടെ നിന്ന് തൻ്റെ ഗുരുനാഥനുമായ രക്ഷകനെ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോവുകയാണ്. ഈ കുടവും ഭാണ്ഡവും പുറങ്കുപായവുമെല്ലാം പ്രതീകങ്ങളാണ്. നമ്മുടെ ഇന്നലകളുടെ പാപത്തിൻ്റെ, തിന്മയുടെ ലോകത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഇന്നോളമുള്ള ജീവിതത്തിൻ്റെ സകല അനുകൂലത്തുകളും ഒഴിവാക്കി യേശുവിനെ സ്വന്തമാക്കാനുള്ള തീരുമാനവുമായിട്ട് അവൻ്റെ പക്കലേക്ക് ഓടുന്ന ബർത്തിമേയുസ് നമുക്ക് മാതൃകയാകണം. ഇങ്ങനെയുള്ള ഭാണ്ഡങ്ങളും പുറങ്കുപായങ്ങളും കുടങ്ങളുമൊക്കെ ഇറക്കി വയ്ക്കാനാണ് നമ്മുടെ ഇടവക ദേവാലയത്തിൽ കുമ്പസാരക്കൂട് സ്ഥാപിച്ചിരിക്കുക. ആ കുമ്പസാരക്കൂട്ടിൽ അഭയം ഗമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വർദ്ധിത വീര്യത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവൻ്റെ കരുണയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിട്ട് നമ്മൾ മാറും. മൂന്നാമതായി നാം കാണുന്നത്, യേശു ബർത്തിമേയുസിനോട് ചോദിക്കുന്നു, നിനക്ക് എന്തു വേണം? അവൻ ഉറക്കെ അവൻ്റെ ബോധ്യത്തിൻ്റെ നിറവിൽ നിന്ന് എനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറയുകയാണ്. അന്ധന് ആവശ്യം കാഴ്ചയാണെന്നും അവൻ തലയിൽ കൈവച്ച് അനുഗ്രഹം വാങ്ങിയിട്ട് മടങ്ങിപ്പോകാൻ വന്നവനല്ല എന്നും ഈശോയ്ക്കറിയാം. അവനെ സുഖപ്പെടുത്താൻ തന്നെയാണ് ഈശോ ആ നിമിഷം അവിടെ ആയിരിക്കുക.
എങ്കിലും അവൻ്റെ ചോദ്യത്തിനും ബർത്തിമേഴ്സിൻ്റെ ഉത്തരത്തിനും ഏറെ പ്രസക്തിയുണ്ട്. നമ്മുടെ ബലിയർപ്പണങ്ങളും നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ ആത്മീയ ജീവിതവും എല്ലാം ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാകണം, ഒരു നിയോഗം മുന്നിൽ കണ്ടുകൊണ്ടാകണം. കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ നമുക്കൊരു നിയോഗമുണ്ടായിരിക്കുക. ആ നിയോഗത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എൻ്റെ ഇന്നത്തെ വിശുദ്ധ ബലി എൻ്റെ ഈ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നുവെന്ന് അവനെ പോലെ പറയാൻ നമുക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടന്നു പോകുന്ന ജീവിതത്തിൽ ഈ ഒരു നല്ല ബോധ്യം സ്വീകരിക്കാൻ ഈ 3 തലങ്ങളിലും ആവശ്യമായ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ട് അവനെ ഉറക്കെ വിളിക്കാനും പുറങ്കുപായങ്ങൾ ഉപേക്ഷിക്കാനും കാഴ്ച കിട്ടണമെന്ന് ഉറക്കെ പറയാനും കാണിക്കുന്ന ആ ധൈര്യവും സ്ഥൈര്യവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പുണ്യമായി മാറട്ടെ. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.